ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷീതു ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി ദം ബീഫ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു 3/4 കിലോ റൈസ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊരു 6 പേർക്ക് നന്നായിട്ട് കഴിക്കാനുണ്ടാവും കേട്ടോ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കിലോ കുറച്ച് വലിയ പീസുകളായി കട്ട് ചെയ്തിട്ടുള്ള ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 പച്ചമുളക് കീറിയത്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്ന വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ കറക്റ്റ് 5 വിസിലായപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും സവോളയും ക്യാരറ്റും ഒന്ന് വറുത്തെടുക്കാം. ഇത് ശരിക്കും ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ സ്റ്റെപ്പ് ചെയ്താൽ മതി. അടുത്തതായിട്ട് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇതല്ലെങ്കിൽ ഡാൽഡയോ നെയ്യോ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കാഷ്യൂനട്ട് ഇടാം. കാഷ്യൂനട്ട് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാത്രത്തിൽ നിന്ന് കോരിയെടുക്കാം. അടുത്തതായിട്ട് അതേ പാനിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു സബോള നന്നായി കൈ കൊണ്ട് തിരുമ്പിയ ശേഷം ഇടാണ്. എന്ന് വെച്ചാൽ നമുക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ അതൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് കോരിയെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ക്യാരറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ നല്ലൊരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ക്യാരറ്റ് ഫ്രൈ ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ സ്റ്റെപ്പ് ചെയ്താൽ മതി. അപ്പോൾ ക്യാരറ്റ് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 വലിയ സബോള നീളത്തിൽ അരിഞ്ഞതെടുക്കാം. ചെറുതാണെങ്കിൽ നമുക്ക് 4 എണ്ണം എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ മുന്നേ വഴറ്റി വെച്ചിട്ടുള്ള അതേ ഓയിലിലേക്ക് ഈ സബോള നമുക്ക് ഇടാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സബോള വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു 15 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് പുതിനയിലയും കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വയ്ക്കുക. സബോള ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയില അരിഞ്ഞതും 1 പിടി പുതിനയിലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വലിയ 2 തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. തക്കാളി ഒന്ന് വഴണ്ട് വരുന്ന വരെ നമുക്കൊന്നത് ഇളക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വഴണ്ട് നന്നായി ഉടഞ്ഞ് നല്ലൊരു പേസ്റ്റ് പരുവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആ ചാറോട് കൂടിയിട്ട് അതിലേക്ക് ഇടാം. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് അടച്ച് വയ്ക്കുക. അപ്പോഴേക്കും ബീഫിലൊക്കെ മസാല പിടിച്ചിട്ട് ഗ്രേവിയൊക്കെ നല്ല കുറുകി നല്ല തിക്കായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് അടച്ച് വെച്ചിട്ടുള്ള ബീഫാണിത്. അപ്പോൾ ഗ്രേവിയൊക്കെ നന്നായി കുറുകി ബീഫിൽ മസാലയൊക്കെ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട റൈസ് തയ്യാറാക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 4-5 പീസ് ചെറിയ പീസ് പട്ട, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 5-6 കുരുമുളക്, പിന്നെ ഒരു 6 ഏലക്കായ, ഒരു തക്കോലം, ഒരു 4-5 കറിയാമ്പൂവ്, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം, ഒരു 2-3 പീസ് ബേ ലീഫ്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം.
നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള എല്ലാ സ്പൈസസും ഇതിലേക്ക് ഇടാം. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കുതിർത്തതിന് ശേഷം വാര വെച്ചിട്ടുള്ള ജീരകശാല അരിയാണ് കേട്ടോ അത്. ഈ സ്പൈസസ് എല്ലാം മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ വാര വെച്ചിട്ടുള്ള അരി ഒന്ന് ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന 4 കപ്പ് അരിയാണ്. അപ്പോൾ അതിൻ്റെ ഇരട്ടി 8 കപ്പ് വെള്ളം, ചൂടുള്ള വെള്ളം ഈ റൈസിലേക്ക് നമുക്ക് ഒഴിക്കാം. റൈസ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പം നമ്മുടെ റൈസ് ഏകദേശം ഒരു 3/4 ഭാഗം കുക്കായിട്ടുണ്ട് കേട്ടോ. അതിൽ ചെറിയ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടായിരിക്കും, അതൊന്നും കുഴപ്പമില്ല. ഒരു 3/4 ഭാഗം വേവായാൽ മതി. അപ്പോൾ ഞാൻ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ പാനാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതിൻ്റെ മേലെ നമ്മൾ മസാല വെച്ചിട്ടുള്ള കുക്കർ കയറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ബീഫ് മസാലയുടെ പകുതി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഗ്രേവി ആ കുക്കറിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ 3/4 ഭാഗം വേവായിട്ടുള്ള റൈസ് ഒരു ലെയർ അതിൻ്റെ മേലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് നമ്മുടെ റൈസിൻ്റെ പകുതി ഈ മസാലയുടെ മേലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് ഇട്ടതിൻ്റെ മേലെ നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സബോള, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ക്യാരറ്റ്, ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് മേലെ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ച ശേഷം നമുക്ക് കൈ കൊണ്ട് കുറച്ച് ഗരം മസാലപ്പൊടി ഇതിൻ്റെ മേലെ ഒന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ ഒരു കയ്യിൽ ചോറൊന്നിട്ടിട്ട് ഒന്നും കൂടെ അതൊന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബീഫ് മസാല ഇതിൻ്റെ മേലെ നമുക്ക് പരത്തി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ നമുക്ക് ബാക്കിയുള്ള റൈസ് മുഴുവൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മേലെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സബോള, ക്യാരറ്റ്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് ഒരു നുള്ളു ഗരം മസാലപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന ആ ഒരു കളർഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാലിൽ കുറച്ച് കുങ്കുമപ്പൂ കലക്കിയതോ അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതോ ഒന്ന് ജസ്റ്റ് ഒന്ന് മേലൊന്ന് തെളിച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടെ നല്ല കളർഫുള്ളായിരിക്കും. നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് 1/2 മണിക്കൂർ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എയർ ടൈറ്റായിട്ട് അങ്ങനെ തന്നെ കുക്കർ അടച്ച് വയ്ക്കാം. അപ്പോൾ 1/2 മണിക്കൂർ നമ്മൾ അങ്ങനെ തന്നെ വെച്ച ശേഷം തീ ഓഫ് ചെയ്ത ശേഷം ഒരു 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ റൈസൊക്കെ കറക്റ്റ് കുക്കാണ് കേട്ടോ. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയും, കണ്ടില്ലേ, റൈസൊക്കെ വിട്ട് നല്ല കുക്കായി വന്നിട്ടുണ്ട്. മസാലയൊക്കെ റൈസിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ കടിയിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ കാണാം, ഇതാ നമ്മുടെ റൈസും മസാലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊന്നും മറക്കാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.